നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ മകളുടെ നാടകം കളി, വീട്ടിൽ അമ്മയുടെ നാടകം കളി, കൂട്ടത്തോടെ ഗജ ഫ്രോഡുകളാണ് ഗ്രീഷ്മയുടെ കുടുംബം. ഗ്രീഷ്മയുടെ അമ്മ ഇപ്പോൾ അലമുറയിട്ട് കരച്ചിലും ബഹളവും കാണാനെത്തുന്നവരോട് ആവലാതി പറച്ചിലുമൊക്കെയാണ്. എങ്ങനെയെങ്കിലും മകളെ തൂക്കുകയറിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും. ഹൈക്കോടതിയിൽ ഇവർ ഇനി പയറ്റാൻ പോകുന്നത് അമ്മയുടെ ഈ സമനില തെറ്റിയ അവസ്ഥകളും കൂടിയാണ്. അതായത് ഒറ്റ മകളാണല്ലോ, ആ മകളെ തൂക്കുകയറിന് വിട്ടുകൊടുക്കരുത് എന്നും ശിക്ഷയിൽ ഇളവുണ്ടാകണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അതിന് അമ്മ പാസം പുറത്തെടുക്കാനാണ് ഇപ്പോൾ അഭിഭാഷകന്റെയും അതുപോലെ തന്നെ ഗ്രീഷ്മയും ചേർന്ന് നടത്തുന്ന നാടകം. ആ നാടകം കളിക്ക് അമ്മ നല്ല ഒന്നാന്തരമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയാണോ എന്നുള്ള പരിഹാസം ശക്തമാകുകയാണ്. കേരളക്കരയുടെ നെഞ്ചു പൊട്ടുന്നത് ഗ്രീഷ്മയുടെ അമ്മയുടെ കരച്ചില് കണ്ടിട്ടല്ല, ഷാരോണിന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടാണ്. ആ കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ അമ്മ വിങ്ങി പൊട്ടുന്നതും പൊട്ടിക്കരയുന്നതും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. അതൊരു നോവായി തന്നെ മനസ്സിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ഈ നാടകം കളി അത് ഹൈക്കോടതിയിൽ തൂക്കുകയറിൽ നിന്ന് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയ്ക്കും കുരുക്ക് മുറുകുന്നുണ്ട്. കോടതി വെറുതെ വിട്ടുവെങ്കിലും ഗ്രീഷ്മയുടെ അമ്മയും ഈ കേസിൽ പ്രതിയാണെന്നും അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഷാരോണിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീഷ്മ ചെയ്തു കൂട്ടിയതെല്ലാം അമ്മയുടെ കൂടി ഒത്താശയോടെയാണ് എന്ന ആരോപണമാണ് ഷാരോണിന്റെ കുടുംബം ഇറക്കുന്നത്. രാമവർമ്മൻ ചിറയിലെ അവരുടെ വീട് നേരത്തെ വിറ്റിരുന്നു. ഇപ്പോൾ സ്വന്തം അമ്മയ്ക്കൊപ്പമാണ് ഗ്രീഷ്മയുടെ മാതാവ് കഴിയുന്നത്. ഈ വീട്ടിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന്. ഗ്രീഷ്മയ്ക്കായി അപ്പീൽ സാധ്യതകൾ ആ കുടുംബം തേടുന്നുണ്ട്. ഷാരോൺ രാജ് വധക്കേസിൽ തൂക്കുകയർ ശിക്ഷ വിധിച്ച ഗ്രീഷ്മയുടെ മൂത്ത അമ്മാവൻ മരിച്ചത് 1 കൊല്ലം മുൻപാണ്. ഈ മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറുന്നതിനിടെയാണ് ഗ്രീഷ്മയുടെ വധശിക്ഷാ വിധിയും രാമവർമ്മൻ ചിറയിലെ കുടുംബത്തെ തേടിയെത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് സമൂഹത്തെ കാണിക്കാനുള്ള ചില നീക്കങ്ങളും കൂടിയാണ് ഈ കുടുംബം നടത്തുന്നത്. എന്നാൽ ഈ കുടുംബത്തെക്കുറിച്ച് അയൽവക്കത്തുള്ളവരും നാട്ടുകാരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗ്രീഷ്മ ഇത്രത്തോളം വലിയ ഒരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അവൾക്ക് കുടുംബത്തിന്റെ പൂർണ്ണമായ ഒത്താശ ഉണ്ടാകണം എന്ന്. അതായത് ഗ്രീഷ്മയുടെ അമ്മാവന്മാരൊക്കെ തന്നെ അത്ര നല്ല ആൾക്കാരല്ല എന്നാണ് ഈ അയൽവക്കത്തുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ. 1 വർഷത്തിനിടെയാണ് മൂത്ത അമ്മാവനായ വിജയകുമാരൻ നായരുടെ മരണം സംഭവിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് 3 സഹോദരങ്ങളാണുള്ളത്, 1 ചേച്ചിയും 2 സഹോദരന്മാരും. ഇതിൽ മൂത്തയാളായിരുന്നു കുടുംബ കാരണവർ. കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും നോക്കി നടത്തിയത് ഈ അമ്മാവനായിരുന്നു. വിജയകുമാരൻ നായരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇളയ സഹോദരൻ നിർമ്മലകുമാരൻ നായരുടെ പോലും പ്രവർത്തനങ്ങൾ. ഷാരോൺ രാജിന്റെ മരണത്തിന് പിന്നിലും കുടുംബ ഗൂഢാലോചന സംശയിക്കുന്നവരുണ്ട്. ഈ കുടുംബത്തിലുള്ളവർ എല്ലാവരും തന്നെ ഈ കൊലപാതകത്തിന്റെ കണ്ണികളാണ് എന്നാണ് പറയുന്നത്. കുടുംബത്തെ പ്രധാനികൾക്കെല്ലാം മുൻകൂട്ടി സംഭവം അറിയാമായിരുന്നു എന്ന വിലയിരുത്തൽ ഉയരുകയാണ്. എന്നാൽ പോലീസ് അന്വേഷണം ആ തലത്തിലേക്ക് പോയിട്ടില്ല. ഗ്രീഷ്മയുടെ അമ്മയും കേസിൽ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു. അവർ കേസിൽ 2ാം പ്രതിയായിരുന്നു. എന്നാൽ കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പ്രത്യക്ഷ തെളിവില്ലാത്തത് കൊണ്ടായിരുന്നു കോടതിയുടെ ഈ നീക്കം. ഗ്രീഷ്മയുടെ വല്യമ്മാവനെ പോലീസ് പ്രതി പോലും ആക്കിയിട്ടില്ല. തെളിവുകളുടെ അഭാവം തിരിച്ചറിഞ്ഞായിരുന്നു ഇതെന്ന വിലയിരുത്തലുണ്ട്. പുറത്തുനിന്നും ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്കായി നിയമയുദ്ധത്തിനടക്കം നേതൃത്വം നൽകിയത് വല്യമ്മാവനായിരുന്നു. ഇയാളാണ് 1 കൊല്ലത്തിന് മുൻപ് മരിച്ചു പോകുന്നത്. അതായത് ഈ കുടുംബത്തോടെ അത്ര വെടിപ്പല്ല എന്ന് ഇവരെ അറിയുന്ന ആൾക്കാർ തന്നെ പറയുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ അമ്മ ഒരു നല്ല നാടകം കളിയും കൂടി തുടങ്ങി വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുൻപുള്ള റിഹേഴ്സൽ നല്ല ഒന്നാന്തരമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയാണത്രേ അമ്മ. ഗ്രീഷ്മയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ അഭിഭാഷകനും കണ്ടെത്തിയിരിക്കുന്ന മാർഗം അമ്മ തന്നെയാണ്. അതായത് അമ്മ ഹൈക്കോടതിക്ക് മുന്നിൽ നല്ല ഒന്നാന്തരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കണം. അതാണ് ഡീല്.
മകളെ രക്ഷിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഈ അമ്മ തയ്യാറാണ്. ഒറ്റ മകളാണ്, അവൾ നല്ലതുപോലെ പഠിക്കും, അവൾ ഇല്ലാതായാൽ ഞങ്ങൾക്ക് മറ്റാരുമില്ല എന്നുള്ള ചില വൈകാരികമായ ഇടപെടലുകൾ ഈ അമ്മയിൽ നിന്ന് ഉണ്ടാകണം. ഇത് മാത്രമല്ല, നിയമ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ള ശിക്ഷ അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാറുമെന്ന്, പ്രത്യേകിച്ച് അവരുടെ പ്രായമൊക്കെ പരിഗണിക്കും എന്നും നിയമ വിദഗ്ധരാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത്. അതിന്റെ കൂടെയാണ് ഹൈക്കോടതിക്കും ഒരല്പമെങ്കിലും ദയ തോന്നുന്നതിന് വേണ്ടി ഗ്രീഷ്മയുടെ അമ്മയെ ഇറക്കാനുള്ള നീക്കവും. ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രായമൊക്കെ പരിഗണിക്കും. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള കാര്യങ്ങളും കൂടി പരിഗണിക്കുകയും അതിൽ ഒരു അന്വേഷണം നടത്തുകയും അതും കൂടി വിലയിരുത്തിയായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താണ് ശിക്ഷ എന്ന് അവസാന വാക്ക് പറയാൻ പോകുന്നത്. പക്ഷേ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ആരെയും കബളിപ്പിക്കാനും ഇല്ലാതാക്കാനും പക്ക പ്ലാനിംഗ് നടത്തുന്ന കൂർമ്മ ബുദ്ധി അത് ചെറുപ്പം മുതൽ തന്നെ ഗ്രീഷ്മയ്ക്കുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് 4ഓളം പ്രണയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഗ്രീഷ്മ സെക്സിന് അഡിക്റ്റ് ആയിരുന്നു. ആർഭാട ജീവിതത്തിനും സെക്സിനും വേണ്ടി പലതും ചെയ്യാൻ ഗ്രീഷ്മ തയ്യാറായിരുന്നു എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും പോലീസിന് പോലും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒരേ സമയത്ത് 4 കാമുകന്മാരെ ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. അതൊരു പക്കാ ക്രിമിനൽ മൈൻഡുള്ള ആൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഗ്രീഷ്മയുടെ മുൻപുണ്ടായിരുന്ന 4 കാമുകന്മാർ, ആ ചെറുപ്പക്കാർ കഷായ വധത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അവരും ഇപ്പോൾ അതോർത്ത് നെടുവീർപ്പിടുന്നുണ്ടാകാം, ഞങ്ങൾ ജസ്റ്റ് മിസ്സാണല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ. പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ 2 പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായിട്ടായിരുന്നു. അതിനുശേഷം PGക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം ഉടലെടുക്കുന്നത്. ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് അപകടമുണ്ടായത്. ഒരു യൂട്യൂബ് ചാനലിൽ 2 വർഷം മുൻപ് ഈ യുവാവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് എന്ന് ഈ യുവാവ് പറയുന്നുണ്ട്. എനിക്ക് അച്ഛനില്ല, ഞാൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മയെ കാണുന്നത്. അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും ഇടയ്ക്ക് കാണും. അവൾ എന്നെ നോക്കി ചിരിക്കും. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവൾ മറ്റു ചിലരോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുകയായിരുന്നു. UPSC അക്കാദമിയിൽ ഗ്രീഷ്മ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇക്കാര്യം അവളുടെ വീട്ടിലറിഞ്ഞു. അതിനുശേഷം ഒരിക്കൽ മനഃപൂർവ്വം അവൾ സ്കൂട്ടർ ഓടിച്ചു വീണു. ആ അപകടത്തിൽ അവളുടെ പല്ല് പൊട്ടി. കോളേജിലെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മ ഒരു കല്യാണത്തിന് പോയി. ഞാൻ വിളിച്ചെങ്കിലും കൂടെ വന്നില്ല. ഞാൻ ബൈക്കുമായി വന്ന ശേഷം എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ നല്ല ദേഷ്യം വന്നു. എന്നെ അവൾ വഞ്ചിച്ചെന്ന് തോന്നി. അതിനുശേഷം ഗ്രീഷ്മയുടെ അമ്മ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ആ ദേഷ്യത്തിൽ സ്കൂട്ടറുമായി ഇറങ്ങിയപ്പോഴാണ് അവൾ വീണത്. ചതിച്ചെന്ന് തോന്നിയെങ്കിലും ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അവളെ. പിന്നാലെ വീട്ടിലും കൊണ്ടാക്കി. ഈ സംഭവത്തോടെ മാനസികമായി ഞാൻ തളർന്നു. ഇനി കൂട്ടുകാരായിരിക്കാം എന്ന് ഗ്രീഷ്മ പറഞ്ഞു. പക്ഷെ എനിക്കതിന് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടെ എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നീട് ഗ്രീഷ്മയുടെ അച്ഛൻ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചിട്ടും അച്ഛന് കുലുക്കമില്ലായിരുന്നു. ഞാൻ ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു അച്ഛന്റെ പ്രതികരണം. പക്ഷെ ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനല്ലേ. ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ വീട്ടുകാർ എന്നെ തല്ലുമെന്നാണ് കരുതിയത്. അതൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലും വലുത് കാണിച്ചത് വീട്ടുകാർക്ക് അറിയാമായിരിക്കും. ഗ്രീഷ്മയുടെ അമ്മയും ഇനി അവളെ വിളിക്കരുതെന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം ഗ്രീഷ്മ എന്നെ വിളിച്ചിട്ടില്ല. എന്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല. ഒന്നിച്ച് ബൈക്കിൽ പോയിട്ടുണ്ട്, അത്രമാത്രം. ഇതൊക്കെ കേൾക്കുന്ന എന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും ഷാരോണിന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നുവെന്ന് തോന്നുന്നില്ല. അവളുടെ പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. അവൾ ഒന്നും തുറന്നു പറയില്ല. പക്ഷേ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇങ്ങനെയൊന്നും അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അതായത് ഗ്രീഷ്മ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് അത് വീട്ടിൽ അറിഞ്ഞു എന്ന് വരുത്തി തീർക്കുകയും പിന്നീട് ഇവരെ മടുത്തു കഴിയുമ്പോൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വയം അപകടം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഇതുകൂടാതെ ഗ്രീഷ്മയെ പറ്റി കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവള് വേറെ ലെവലാണ് എന്നൊക്കെയാണ് കൂട്ടുകാർ പറഞ്ഞതെന്നും വല്ല IAS IPS ആകുമെന്നാണ് കരുതിയത് എന്നും ചിലർ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതുകൂടാതെ കോളേജിലെ മറ്റൊരു കാമുകനുണ്ടായിരുന്നു. അവനും ഗ്രീഷ്മയുടെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് സ്വയം ആശ്വസിക്കുകയായിരുന്നു. അവളുടെ കഷായത്തിൽ വീഴാൻ കുറി വീണത് ഷാരോണിനായിരുന്നുവെന്ന്. ഷാരോണിനെ വകവരുത്തുന്നതിന് 1.5 വർഷം മുൻപുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഈ രണ്ടാമത്തെ കാമുകൻ പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു. കോളേജിലെ കാമുകനോടും സഹപാഠികളോടും ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അനുജൻ എന്നായിരുന്നു. ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ഷാരോണിന് അനുജന്റെ സ്ഥാനവും തന്നെ നൽകി. അതുകൊണ്ട് തന്നെ മുസ്ലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരോണിനും ഉണ്ടായിരുന്നു. BAക്ക് റാങ്ക് ഹോൾഡർ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ. ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള അസാമാന്യ കഴിവൊക്കെ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ് കൂട്ടുകാർ പോലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പറയുന്നത്. ഷാരോണിനെ പ്രണയിക്കുന്നതിന് മുൻപ് ഗ്രീഷ്മയ്ക്ക് 4 പ്രണയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കളും വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ കാമുകന്മാരും ഒക്കെ ആയിട്ടുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ പോലും അവർക്കും ഒരു കൂസലില്ലായിരുന്നു. ഇതിലും വലുതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന മട്ടായിരുന്നു എന്ന് ഈ കാമുകന്മാർ തന്നെയൊക്കെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമല്ലേ ഈ ഗ്രീഷ്മയ്ക്ക് വ്യക്തമായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇവർ അങ്ങനെയാണ് വളർന്നു വന്നത്. ഇത് മാത്രമല്ല, ഇവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ വീട്ടുകാർ പോലും വിലക്കിയിരുന്നില്ല. മാതാപിതാക്കൾ അതിനെ എതിർത്തിരുന്നില്ല. ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ തൂക്കുകയർ കിട്ടി അകത്ത് കിടക്കുന്നത്. എങ്കിലും കോൺഫിഡൻസിലാണ്, എനിക്ക് ജാമ്യം കിട്ടും, ശിക്ഷയിൽ ഇളവ് കിട്ടും, ഞാൻ ഉടൻ പുറത്തിറങ്ങും, 38 വയസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വിലസിക്കോളാം എന്നുള്ള ഒരു മട്ടും ഭാവവും തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോഴും ഉള്ളത്.